സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ. ഇനിയും നീ വൈകിയ ചിലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ അതൊരു പ്രശ്നമാക്കണ്ട. അതൊരു മരണം നടന്ന വീടല്ലേ ദാസ. നമ്മളായിട്ട് എന്തിനാ അവരുടെ സന്തോഷം കളയുന്നത്? അത് നേരാ, ആ സന്തോഷം കളയണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി മാത്രം പോയാൽ മതി. ആ, നീയും ഇവളുടെ കൂടെ പോയി അവിടത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പഠിക്ക്. അകത്ത് കയറണ്ട. ആ, അത് ഞാൻ ഏറ്റു. 1-2 ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം. തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട. സമയമാകുമ്പോ പറഞ്ഞാൽ മതി. എനിക്കെന്തോ ഒരു പേടി പോലെ. ആ, നീ ധൈര്യമായിട്ട് ചെല്ല്. നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇതാണോ ചേച്ചിയുടെ വീട്? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി, ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കൺട്രോൾ വേണം. കൺട്രോള്. കിടക്കുന്നു മുത്തച്ഛനെ. അല്ല, മൂപ്പിനാര് കാറ്റുപോയോ? മോളെ പടിവരി എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര.